പ്രതികൂല സാഹചര്യത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ധനമന്ത്രി ബജറ്റിന്റെ വിശ്വാസത്തെ നശിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. 3 വർഷമായി. ഈ 3 വർഷം കൊണ്ട് 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 10 രൂപ ആണ് മനസ്സിലാക്കേണ്ടത്. 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ 170 രൂപ തന്നെ IAS ആയി കിടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം 8.5 ലക്ഷം പേര് ഈ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം 32,000 പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത്. കാരണം വെബ്സൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. 3 വർഷം കൊണ്ട് 10 രൂപയാണ് റബ്ബറിന് കൂട്ടിയതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. LDF പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന 250 രൂപയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം പോലും പാലിച്ചിട്ടില്ല എന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി.